നമുക്കിന്ന് പച്ചമാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ കുക്കറിലും ഇത് വേവിക്കാം കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും ഇട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ല പോലെ വേവിച്ചെടുക്കണം. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അമ്മ പാലക്കാട് സൈഡിൽ നിന്നാണ്. ഇതിന് മാങ്ങാപ്പുളി എന്നാണ് പറയുക. പുളിക്കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കറി ഇഷ്ടാവും. നല്ലൊരു കറിയാണ്. പക്ഷെ നല്ല പോലെ വേവണം. മാങ്ങ നല്ല പോലെ വെന്ത് അങ്ങനെ വേവും തോറും അതിൻ്റെ ഒരു കൊഴുപ്പ് വരും ആ ഗ്രേവിക്ക്. നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ അത് കുറച്ചെടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഗ്രേവി നന്നായി കൊഴുത്ത് വരും വേവും തോറും. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കാം. വെന്ത് വരുന്ന സമയത്ത് തന്നെ മുളക് പൊടിയോ ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്. കറി കുറച്ച് നന്നായി വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി വെന്തുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില താളിച്ച് കൊട്ടാം. ഇത്രയേ ഉള്ളൂ കറി. വളരെ സിമ്പിളാണ്. നല്ല രുചിയുള്ള കറിയാണ്. പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിൻ്റെ സൈഡായിട്ട് പറയുന്നത് നമ്മുടെ ഉണക്കമീൻ വറുത്തതാണ്. മാങ്ങാപ്പുളി എന്നാണ് ഇതിന് എൻ്റെ അമ്മയൊക്കെ പറയാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇത് സിമ്പിൾ കറിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.